അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യദിന നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിദാസൻ പ്രിയ ദിലീപ് അവറുകളാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അതൊരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട തന്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം തന്നെ വിളിച്ചു വേർതിരിക്കുവാനിടയായി തീർന്ന തന്റെ ജീവിത സാഹചര്യങ്ങൾ, ഒത്തിരി ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ദിലീപ് അത്തിക്കോട്ടിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ ഒരു ഉത്തമ സാക്ഷിയെ നിൽപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കരുണ കാണിച്ചതോർത്ത് സ്തോത്രം ചെയ്യാണ്. അതിന് മുഖാന്തരം ഒരുക്കിയ അരോമ ടി വിക്കും കർത്താവിന്റെ വിലയേറിയ ദാസൻ ഡാനിയൽ പാസ്റ്റർക്കും ദൈവനാമത്തിൽ ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാൻ കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. എനിക്ക് ഭാര്യയും 2 പെൺമക്കളാണുള്ളത്. ഞങ്ങൾ കോഴിക്കോടാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ കർത്താവിന്റെ മഹത്വമേറിയ വേല ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ ബാല്യകാലം, എൻ്റെ അപ്പൻ, അമ്മ, ഞങ്ങൾ 6 സഹോദരങ്ങളാണുള്ളത്. എനിക്ക് 5 സഹോദരിമാരാണുള്ളത്. 6ാമനായിട്ട് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. അങ്ങനെ കുടുംബ പശ്ചാത്തലത്തിലാണ്, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം സന്തോഷവും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു. എൻ്റെ അപ്പൻ്റെ വഴിവിട്ട ജീവിതം, മദ്യപാനം, അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായി തീർന്നു. രാത്രിയാമങ്ങളിൽ മദ്യപിച്ച് വരുന്ന എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതാണ് മക്കളായി ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അത് തടസ്സം ചെയ്യാൻ ചെന്നാൽ ഞങ്ങളെല്ലാം വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരപ്പനായിരുന്നു. ചെറുപ്പത്തിൽ ഭക്ഷണത്തിനോ മറ്റു കാര്യത്തിനോ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും ദൈവികമായ ഒരു സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ അമ്മ എൻ്റെ അപ്പനെ ഒഴിവാക്കി പോകാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ആരും നശിച്ചു പോയില്ല. അമ്മ ഞങ്ങളെ 6 മക്കളെയും കൂട്ടിച്ചേർത്ത് നിന്നു. അച്ഛൻ്റെ അടി കൊണ്ടിട്ടും പ്രയാസപ്പെട്ടിട്ടും എല്ലാം അമ്മ ഞങ്ങളെ 5 പെൺകുട്ടിയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ട് അവരെല്ലാം നശിച്ചു പോകുന്നുള്ള ഒരു ചിന്താഗതി അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അവരെ മുറുകെ പിടിച്ചു. അമ്മ നല്ലൊരു കഴിവുള്ള വീട്ടിലെ ഒരു സ്ത്രീയായിരുന്നു. തൃശ്ശൂർക്കാരിയാണ്. എൻ്റെ അപ്പനും തൃശ്ശൂർക്കാരനാണ്. ഞങ്ങളെല്ലാം ജനിച്ചു വളർത്തപ്പെട്ടത് കോഴിക്കോടാണ്. അങ്ങനെ വളരെ പ്രയാസത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച് പോയതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സഹോദരിമാരുടെ വിവാഹമെല്ലാം ഒരുവിധം നടന്നു. അതിനുശേഷം ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പനും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഈ അപ്പൻ്റെ പ്രയാസ നിമിത്തം മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതിരുന്ന എൻ്റെ ജീവിതം ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ചെറുപ്പകാലത്തിൽ തന്നെ ഞാൻ വളരെയധികം ജീവിതത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ സുഖങ്ങൾ തേടിക്കൊണ്ട് എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു കോഴിക്കോട് പട്ടണത്തിൽ. അവരെല്ലാം എന്നെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുകയും പല രീതികളിലെല്ലാം അങ്ങനെ നശിച്ചുകൊണ്ട് ഞാൻ ഇരുന്നുണ്ടായിരുന്നു. ഇത് നശിക്കുകയാണെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിന് സമാധാനം. എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്ന് ഞങ്ങൾ മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും അങ്ങനെ പല പല രീതികളിലെല്ലാം ഞാൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എനിക്ക് ജീവിക്കേണ്ട എന്ന് തോന്നി തുടങ്ങി. എൻ്റെ നല്ല യൗവന പ്രായത്തിൽ തന്നെ അങ്ങനെ ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു.
അങ്ങനെ മരണത്തോട് മല്ലടിച്ച് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഞാൻ 3 ദിവസം മരണത്തോട് മല്ലടിച്ച് കിടന്ന് 3-ാമത്തെ ദിവസമാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. എല്ലാവരും എന്നോട് പറഞ്ഞു, എന്തിനിങ്ങനെ ചെയ്ത് നീ നല്ലൊരു കുട്ടിയാണ്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ജീവിക്കാൻ ഒരു മനസ്സും ഉണ്ടായില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാന് ഇപ്പോൾ ചിന്തിക്കുന്ന എന്താ വെച്ചാൽ, ദൈവം എന്നെ മുന്നേ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് എന്നെ കൊണ്ട് ഉദ്ദേശം കാണും എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ വളരെ പ്രയാസത്തോടെ ഞങ്ങൾ പോയിക്കൊണ്ടേയിരുന്ന സമയത്ത് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. അങ്ങനെ ഞാൻ 1995 സൗദി അറേബ്യയിലേക്ക് കടന്നുപോയി. ഈ സൗദി അറേബ്യയിലേക്ക് ഞാൻ കടന്നു പോകുന്നതിന് മുന്നേ നമ്മുടെ കണ്ണൂരുള്ള ഒരു വിജയമോഹൻ എന്ന് പറഞ്ഞ ഒരു സുവിശേഷകൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു വർഷകാലം താമസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് കർത്താവിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അതൊന്നും എനിക്ക് വേണ്ട രീതിയിൽ കേൾക്കുക എന്നുള്ളത് ആണെങ്കിലും അതൊന്നും വലിയ രീതിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ വിജയമോഹൻ എന്ന് പറഞ്ഞ ആള് നല്ലൊരു സ്നേഹനിധിയായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും എല്ലാം കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് സ്നേഹം തോന്നെങ്കിലും കർത്താവിനെ കുറിച്ചുള്ള ഒരു ആഴമായ ഒരു അറിവ് ഹൃദയത്തിലേക്ക് വരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ബേതേൽ ആശ്രമക്കാർ വന്നു. ഞങ്ങളുടെ തൊട്ട വീട് ഹൗസിംഗ് കോളനിയാണ്. അവിടെ വന്നു, അവര് താമസാക്കി, വാടക ഒരു വീട് എടുത്തിട്ട്. അങ്ങനെ ആ അമ്മമാര് എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെൻ്റെ അടുത്ത് സുവിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പേടിച്ചിട്ട്. അപ്പോൾ തന്നെ അവര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു നല്ല യൗവനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഒരു പ്രവർത്തകനായിരുന്നു. കോഴിക്കോട് എരഞ്ഞിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എരഞ്ഞിപ്പാലം ബ്രാഞ്ചിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഞാൻ CPM-ന്റെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ DYFIന്റെ ഒക്കെ ഇതിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലൊന്നും ഞാൻ വലിയൊരു സഖാവായിട്ടൊന്നും മാറിയിട്ടില്ലെങ്കിലും ഞാൻ കുറേ വർഷകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ എൻ്റെ അടുത്ത് പിന്നെ സുവിശേഷം അറിയിക്കുന്നത് ഒരു തിരുവല്ലയിൽ നിന്ന് വന്ന ഒരു ബ്രദറായിരുന്നു. ജോമോൻ എന്ന് പറഞ്ഞ എനിക്ക് പേര്, ഒരു പാസ്റ്ററെ ഒരു ഓർമ്മ എനിക്ക്, അത് ജോമോൻ എന്നാണ് തോന്നുന്ന പേര്. അദ്ദേഹം ഈ എന്താ പറയാ കുറേ ആളുകളായിട്ട് വന്നിട്ട് കോഴിക്കോട് പട്ടണത്തിൽ വന്നിട്ട് ഈ കുട്ടികളുടെ നടുവിൽ സൺഡേ സ്കൂൾ ഇതൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ എൻ്റെ ഹൗസിംഗ് കോളനി കേന്ദ്രീകരിച്ചിട്ടാണ് അന്ന് ആ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ എന്താണ് ഈ മറ്റേ ബ്രദർ എന്നെ കാണുകയും എന്നെ വല്ലാണ്ട് പുള്ളി ആകർഷിക്കപ്പെടുകയും എൻ്റെ പിറകെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾക്കത് ഇഷ്ടമില്ലാത്തൊരു സംഭവം പോലെ പുള്ളി എൻ്റെ പിറകെ നടന്ന അവസാനം എന്നെ ഈ പ്രവർത്തനം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഈ സഹോദരൻ എനിക്കൊരു ബൈബിള് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇനി എന്തെങ്കിലും ഒരു കാലം കോഴിക്കോട് പട്ടണം ചവിട്ടുന്നെങ്കിൽ നിങ്ങൾ ഒരു ദൈവദാസനായി മാറണം എന്ന് അദ്ദേഹം എന്നെ അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ ഇതിന്റെ അർത്ഥങ്ങളോ വ്യാപ്തികളോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്താ ദൈവദാസൻ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം ഒരു പഴയ നിയമവും പുതിയ നിയമവും കലർന്ന ഒരു ബൈബിൾ എനിക്ക് തരുവാനിടയായി തീർന്നു. അങ്ങനെ ആ ബൈബിള് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് അതിന് വേണ്ട രീതിയിലൊന്നും അർത്ഥം ഗ്രഹിക്കാൻ പറ്റിയില്ല. പഴയ നിയമ തുറന്നു നോക്കിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു പുസ്തകമാണെന്ന് മനസ്സിലായി. ഞാനത് എൻ്റെ പഴയ പുസ്തകത്തിന്റെ കൂടെ ഈ ബൈബിൾ ഞാൻ ഇടുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ കുറെ കഴിഞ്ഞ സമയത്ത് 1-2 വർഷം, അല്ല ആ വർഷം തന്നെ 90 കാലഘട്ടത്തിലാണ് ഈ സഹോദരങ്ങൾ അവിടെ വന്നത്. 90-95 കാലഘട്ടത്തിലാണ് വന്നത്. അങ്ങനെ 1995 ഞാൻ സൗദിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ ബൈബിൾ എടുക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഒരു ടെംപ്റ്റേഷൻ വന്നു, വല്ലാത്തൊരു പ്രേരണ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ ബൈബിൾ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു ബൈബിൾ എനിക്ക് ഒരാൾ തന്നിട്ടുണ്ട്, അത് എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ബൈബിൾ ഒന്നും എടുക്കണം, നമ്മൾ ഹിന്ദു ആൾക്കാരാണ്, ബൈബിളൊന്നും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു മകനായതുകൊണ്ട് അമ്മ പറഞ്ഞ് അവൻ എന്താ പറയുന്ന വെച്ചാൽ ചെയ്തു കൊടുക്കി, ആ ബൈബിൾ എടുത്ത് വെച്ചോന്ന് പറയും. അമ്മ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക ഞാൻ പോകുന്നത് കൊണ്ട്. പലവട്ടം അമ്മേനോട് പറഞ്ഞതാ പോണ്ട, നമുക്കുള്ളത് കൊണ്ട് ജീവിക്കുക. പക്ഷെ എനിക്ക് ഒരു വീട് വേണം, അമ്മേനെ രക്ഷിക്കണം, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു. കാരണം ഒരുപാട് കാലം അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി
ആണ് ഞാൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചതല്ല. അങ്ങനെ ഞാൻ 1995 ഡിസംബറിലാണ് സൗദിയിലേക്ക് കടന്നു പോകുന്നത്. കടന്നു പോകുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഈ ബൈബിൾ അവിടെ പിടിക്കപ്പെടും എന്നുള്ളത്. എനിക്ക് അറിയില്ലായിരുന്നു, അവിടത്തെ കുറിച്ച് അറിയില്ല. ഞാനിവിടെ ട്രാവൽസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അവിടുത്തെ നിയമങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എൻ്റെ ബാഗിന്റെ മുകളിൽ തന്നെയാണ് ഈ ബൈബിൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് ആ കാലഘട്ടത്തില് കോഴിക്കോട് നിന്നും ഫ്ലൈറ്റ് ഇല്ലായിരുന്നു. നമ്മള് ബോംബെ പോയിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അങ്ങനെ ബോംബെയിൽ നിന്ന് അവിടുന്ന് ഞാൻ ഇതേ ബാഗായിട്ട് അതിനൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറി സൗദി അറേബ്യയിലേക്ക് എത്തി. സൗദി അറേബ്യക്ക് എത്തിയ സമയത്ത് ചെക്കിങ്ങിന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ ചെന്ന സമയത്ത് അവരെന്നെ ഈ ബാഗ് ഒക്കെ എടുത്ത് പരിശോധിച്ചു. ബാഗ് എടുത്ത് പരിശോധിച്ചപ്പോൾ എൻ്റെ ബൈബിൾ അവർ പിടിച്ചു. അപ്പൊ അത് ബൈബിള് പിടിച്ചതാണെന്ന് എനിക്ക് അറിയുന്നില്ല. അവര് ബൈബിൾ എടുത്തിട്ട് മലയാള ബൈബിൾ ആയിരുന്നു. അപ്പൊ അവിടെയുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവര് വളരെ രൂക്ഷമായിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. കാരണം ബൈബിളിന്റെ അതിന്റെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവര് പിടിച്ചതാണെന്നല്ല. എനിക്ക് മുന്നേ പോയവരും എൻ്റെ പിറകെ നിൽക്കുന്നവരൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എനിക്ക് എന്തു സംഭവിക്കും? അവരെന്നെ ജയിലിൽ അടയ്ക്കും, അല്ലെങ്കിൽ എന്നെ ഡീപ്പോർട്ട് ചെയ്യും, ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അങ്ങനെ ഞാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ദൈവത്തിന് എന്നെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് എന്നെ സത്യമായിട്ട് കണ്ടുവെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും പെട്ടെന്ന് അവിടെ ഈ ഈ നോമ്പ് കാലമായിരുന്നു, മുസ്ലിങ്ങളെ നോമ്പ് കാലമായതുകൊണ്ട് അവരെന്ത് ചെയ്ത് പെട്ടെന്ന് ഈ ബാങ്ക് വിളി വന്നു. ബാങ്ക് വിളി വന്നപ്പോൾ അവർ പെട്ടെന്ന് ഈ ബൈബിൾ എനിക്ക് തരുകയും ചെയ്ത്. അപ്പൊ എൻ്റെ അച്ചാർ കുപ്പി താഴത്ത് വീണ് പൊട്ടി. അപ്പൊ അവര് ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് പിക്കിൾ പിക്കിൾ എന്നൊക്കെ പറഞ്ഞ് അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു ഇതെല്ലാം എടുത്ത് പോവാന്ന്. ആമേൻ. അപ്പോ അതെടുത്ത് ഞാൻ പുറത്തോട്ട് പോയപ്പോഴാണ് ആൾക്കാരിനോട് പറയുന്നത് നീ രക്ഷപ്പെട്ടതാണെന്ന്. കാരണം ഈ ബൈബിള് പിടിച്ച ഒരൊറ്റ വ്യക്തി പോലും ബൈബിള് തിരിച്ചു കൊടുത്തിട്ട് സൗദിയിലേക്ക് വന്ന ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രൈവർ വന്ന് എന്നെ കൊണ്ടുപോവുകയാണ്, ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ എനിക്ക് അക്കോമഡേഷൻ വേറൊരു സ്ഥലത്താണ് കിട്ടിയത്. അവിടെ കംപ്ലീറ്റ് ഹിന്ദിക്കാരായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുക, എനിക്ക് ജോലിന്റെ കാര്യം അറിയുന്നില്ല. ഒക്കെ ഈ ഹിന്ദിയിലൊക്കെ അവർ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നത്, ഒന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അവിടെ വളരെയധികം വിഷമത്തോടു കൂടി വന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ ചതിയിൽ പെട്ടുപോയോ, ദൈവമേ എന്താണ്, വല്ലാത്തൊരു ഗല്ലിയിലാണ് ഞാൻ കിടക്കുന്നത്. ഇങ്ങനെയെല്ലാം വിഷമത്തോടു കൂടി ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അവിടെ ഞങ്ങളുടെ ഓഫീസിലെ ഒരു മലയാളി, തിരുവനന്തപുരത്തുള്ള ഒരു മലയാളി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിന്റെ അക്കോമഡേഷൻ ഇവിടെയല്ല, വേറെ സ്ഥലത്താണ്, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി. ബാഗ് അവിടെ വെച്ച്. അങ്ങനെ കുറെ കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു സൈമൺ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, മറ്റേ ഇവിടെ ഉള്ള ആളാണ്, തിരുവല്ല ഭാഗത്തുള്ള ആളാണ്. അദ്ദേഹം എന്താണ് എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ട സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്, ആ ബാഗ് ഒന്ന് എടുത്തു കൊണ്ടുവരാം. അപ്പൊ വിഷമിക്കണ്ട, ഞാൻ ബാഗ് എടുത്ത് കൊണ്ടുവരാന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അയാൾ എൻ്റെ ബാഗ് കൊണ്ടുവന്നിട്ട് അയാൾ ആദ്യം എന്നോട് ചോദിച്ചു നീ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഹിന്ദു എന്നാണ്. അപ്പൊ എന്നോട് ചോദിച്ചു ഈ ബൈബിൾ നീ എന്തിനാ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു എനിക്കത് ഒരാൾ തന്നതാണ്, കൊണ്ടുവന്നത്. അയ്യോ ഇത് എയർപോർട്ടിൽ കണ്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു, അവർ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു, തിരിച്ചെനിക്ക് തന്നു. അത് അവിടെ വലിയൊരു അത്ഭുതമായി തീർന്നു. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി അനേകർ ആഗ്രഹിച്ചു കൊണ്ടേയിരുന്നു ഇത് ആരാ വന്നത്, ഒരു ഹിന്ദുവായ ഒരു ബൈബിളായിട്ട് വന്നിട്ട് പിടിക്കപ്പെട്ടിട്ട് അത് തിരിച്ചു കൊടുക്കുന്ന ചരിത്രം. അത് വലിയ ബുദ്ധിമുട്ട്. ആ കാലത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം ഇസ്ലാമിന്റെ വിശ്വാസമല്ലാതെ അവിടെ മറ്റൊരു വിശ്വാസം പാടില്ല. അത് വലിയ പ്രശ്നമായിരുന്നു. എങ്കിലും കർത്താവ് എന്നോട് കൃപ കാണിച്ച് അവിടുന്ന് എല്ലാം രക്ഷപ്പെട്ടു വന്നു. അങ്ങനെ ഈ സൈമൺ അറിഞ്ഞ വ്യക്തി മുഖാന്തരമാണ് ഞാൻ അവിടെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പല്ല, ഈ സഹോദരന്മാർ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട് സൗദി അറേബ്യയിലെ റിയാദില്, ബത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയ സമയത്ത് അതൊരു മാർത്തോമക്കാരുടെ കൂട്ടായ്മയായിരുന്നു, ചെറിയൊരു മാർത്തോമക്കാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം മാർത്തോമ എന്താ മറ്റേവരെന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഒരെണ്ണേ അറിയുള്ളൂ, എല്ലാം ക്രിസ്ത്യാനികൾ. അങ്ങനെ അവിടെ കൊണ്ടുപോയി അവരെന്നെ പരിചയപ്പെട്ടപ്പോൾ അവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയെന്ന് വെച്ചാൽ ഒരു ഒരു ബന്ധുക്കളില്ലാത്ത ഒരു അന്യ രാജ്യത്ത് ചെന്നപ്പോ
എന്നോട് സ്നേഹം കാണിക്കുന്ന കുറേ സഹോദരങ്ങൾ കെട്ടിപ്പിടിക്കുന്നു, എന്നോട് കുശലം ചോദിക്കുന്നു. അങ്ങനെയൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല സ്നേഹം. പക്ഷെ അവരാരും സ്നാനപ്പെട്ടിട്ടില്ലെങ്കിലും അവരിലൊക്കെ നല്ല ദൈവസ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്ത് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ എന്നാലും എനിക്ക് ഒരു ഹോം സിക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ അമ്മേനെ വിട്ട് വന്നതും അവിടെ വിട്ട് വന്നതൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു. എനിക്ക് അവിടെ ചെന്ന സമയത്തെല്ലാം എൻ്റെ ചെറിയ പ്രായമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം പോകണം എന്നുള്ള ഒരു വല്ലാത്ത ചിന്താഗതിയൊക്കെ വന്നു. എങ്കിലും ഈ കൂട്ടായ്മേന്റെ ഫലമായിട്ടൊക്കെ എനിക്ക് പിന്നീട് സന്തോഷം വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ സമയത്ത് എന്നോട് ഈ സഹോദരന്മാരിൽ ഒരാളുണ്ട്. അയാളെ പേര് ബേബിക്കുട്ടി എന്നാണ്. കോട്ടയംകാരനാണ്. അയാളെ വർഗീസ് എന്നാണ് ശരിയായ പേര്. ഇപ്പൊ സൗദി അറേബ്യയിൽ അദ്ദേഹം ഒരു പാസ്റ്ററായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് നിന്റെ സാക്ഷ്യം എന്താന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ച് കോടതിയിലൊക്കെ സാക്ഷ്യം പറയലുണ്ട്, ഇതെന്തോ സാക്ഷ്യമാണ്. അപ്പം പറഞ്ഞു, എന്നോട് ചോദിച്ചു എന്താ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ബൈബിൾ കിട്ടിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ പറയുന്നത്, എൻ്റെ അപ്പനെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ കരഞ്ഞു പോയി. കാരണം ഞങ്ങള് നല്ല രീതിയിൽ ജീവിക്കേണ്ട ഞങ്ങള് തകർന്ന് ജീവിച്ചു. ആകെ എല്ലാവരും ഒരു തകർന്ന ജീവിതമായിപ്പോയി എല്ലാവർക്കും കിട്ടിയത്. അങ്ങനെ അവര് അവിടുന്ന് തന്നെ ഇപ്പൊ അങ്ങനെ ആയിട്ട് സംസാരിച്ച് പിന്നെ ഒരു മാർത്തോമ കൂട്ടായ്മ അതായത് അവര് സ്നാനമൊക്കെ പെട്ടിട്ടുണ്ട്, പക്ഷെ അവര് മാർത്തോമയിൽ തന്നെ നിൽക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ട്. ഒരു തോമസ് കുട്ടിയാച്ചായ എന്നൊക്കെ പറയും ഇവിടെ ഉള്ള. അങ്ങനെ അതിന്റെ സഭയിൽ തന്നെ അവര് കൊണ്ടുപോയി. അവിടെയാണ് ഞാൻ സഹോദരിമാരെയും കുടുംബങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ സന്തോഷമായി. ഫാമിലി കണ്ടപ്പോ എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ അവിടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അത് കുറച്ച് ദൂരത്തായിരുന്നു. അങ്ങനെ റിയാദിൽ തന്നെ ഒരു പ്രാർത്ഥനാ കൂട്ടുണ്ട്, സാമച്ചായന്റെ. അദ്ദേഹം ഇപ്പൊ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് എല്ലാം ഈ സൈമൺ എന്ന് പറഞ്ഞ വ്യക്തി മുഖാന്തരമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ നല്ല ചെയിൻ സ്മോക്കർ ആയിരുന്നു. ചെറിയ പ്രായമാണെങ്കിലും അവിടെ ചെന്നപ്പോൾ നമുക്ക് റോത്തമൻസിന്റെ ഒക്കെ 2 റിയാൽ കൊടുത്ത് കിട്ടുന്നതിനെ കൊണ്ട് ഇഷ്ടംപോലെ സ്മോക്ക് ചെയ്യായിരുന്നു. അതെല്ലാം ഞാൻ ഷൂവിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കും ഇവരെ കാണാതെ. എന്നിട്ട് ഞാൻ എൻ്റെ സന്തതിക്ക് വേണ്ടി ഇങ്ങനെ വലിക്കും, വിഷമവും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ജോലിയിലൊക്കെ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ചെറിയൊരു ജോലിയൊക്കെ കിട്ടിയതൊക്കെ. അങ്ങനെ ഞാൻ ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കുറെ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നമ്മളെ അവര് വന്നിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ ബസ് പിടിച്ചും കാറ് പിടിച്ചും ഒന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സമർപ്പണമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നത്, ഞാൻ പുറത്തേക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകുന്നതിന്റെ മുന്നേ എൻ്റെ റൂമിന്റെ മുന്നിൽ കാറായിട്ട് നിൽക്കും. എന്നിട്ട് എന്നെ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നെ അങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമൊക്കെ വന്ന്, അങ്ങനെ ശരി ഇനിയിപ്പോ ഇങ്ങനെ തന്നെ പോകാം എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ ഫ്രൈഡേയും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്ത് ഞാൻ അതിനോട് ഇൻവോൾവഡ് ആയി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എങ്കിലും എൻ്റെ നാവിലെല്ലാം ഈ അന്യദേവന്മാരുടെ പേരുകളൊക്കെ വരായിരുന്നു. അങ്ങനെ നിന്ന് ഒരു ദിവസം എന്താണ് ഞാൻ ഒരു ഫ്രൈഡേ മീറ്റിംഗ് കഴിഞ്ഞ് റൂമിൽ വന്ന് ഞാൻ കിടക്കുകയായിരുന്നു. അന്ന് രാത്രി എൻ്റെ റൂംമേറ്റ്സ് ഒക്കെ അവരൊക്കെ അവരെ ഈ സ്നേഹിതന്മാരുടെ റൂമുകളിലേക്കൊക്കെ പോയത്. അന്ന് ലീവ് ആയതുകൊണ്ട് എല്ലാവരും പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകും. റൂമിൽ ഞാൻ മാത്രമേ തനിച്ചായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് രാത്രിയായി 1 മണിയൊക്കെ ആയ സമയത്ത് എൻ്റെ എന്താണ് കിടക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണും. സ്വപ്നം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഞാൻ ഒരു ഏതോ ഒരു വിജനമായ സ്ഥലം എന്ന് പറഞ്ഞാല് അത് ഒരു നല്ല മനോഹരമായ ഒരു സ്ഥലം കാണിക്കുന്നത്. ആ വൃക്ഷങ്ങളും നല്ല ഇതും നമ്മളെ നടപ്പാതകളൊക്കെ തിളങ്ങുന്ന ഒരു തരം നടപ്പാതകൾ. അതിലൂടെ എന്നെ ഈ പഞ്ഞി തലമുടി ആയിട്ടുള്ള ഒരാൾ വെള്ള അങ്കി ധരിച്ചിട്ട് അദ്ദേഹം എന്നെ കൊണ്ടുപോകുക ഈ വഴിയിലൂടെ. ഞാൻ ഇദ്ദേഹത്തിന് പിൻചെന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എനിക്കിതാരാന്നോ എന്തോന്ന് അറിയുന്നില്ല. അവസാനം ഇദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ട് ഈ ആയിരക്കണക്കിന് പടവുള്ള ഒരു കുളം. കുളം എന്ന് പറഞ്ഞാല് അത് കുളാണോ അതോ ഈ മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എന്തോ പവർ സ്റ്റേഷൻ ആണോ അറിയില്ല. അത്രയും ആ വെള്ളത്തിന്റെ അടി വരെ നമുക്ക് കാണാമായിരുന്നു. തിളങ്ങുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം അതിലേക്ക് ഇറങ്ങിപ്പോയി.
പക്ഷെ എൻ്റെ അടുത്ത് ഒരു കാര്യം പോലും സംസാരിക്കുന്നില്ല. എല്ലാം ആക്ഷൻ ആയിരുന്നു. കൈകൊണ്ടുള്ള ആക്ഷൻ ആയിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കഴിഞ്ഞിട്ട് ഇദ്ദേഹം അടിയിലെത്തിയിട്ടും ഇദ്ദേഹത്തിന് ഇത്രക്കേ വെള്ളം ഉണ്ടായിട്ടുള്ളൂ. കാരണം ആയിരക്കണക്കിന് പടവുകളുണ്ട്. ഞാൻ 2 സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ അല്ല അതിന്റെ മുന്നേ എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ കാണിച്ചപ്പോ ഞാൻ പാന്റ് ഷർട്ട് ഇട്ടത്. അപ്പൊ ഞാൻ ഈ പാന്റ് ഷർട്ടിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ അദ്ദേഹം എന്ത് ചെയ്ത് കൈ ഇങ്ങനെ മേലോട്ട് ഉയർത്തിയപ്പോ ഒരു വെള്ള തുണി അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു. അതെനിക്ക് എറിഞ്ഞു തന്നിട്ട് അത് ഞാൻ ഉടുക്കുക പാന്റ് ഇതൊക്കെ അഴിച്ചിട്ട് ഞാൻ 2 സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ എനിക്ക് ഇത്രക്ക് വെള്ളമായി. നെഞ്ചിനപ്പം വെള്ളമായി. അദ്ദേഹം എന്നെ വിളിച്ച് താഴ്ത്തി കൊണ്ടുപോയിട്ട് എന്നെ സ്നാനപ്പെടുത്തിയിരുന്നു. സത്യത്തിൽ ഞാൻ സ്നാനപ്പെട്ട സമയത്ത് ഒരു പ്രാവശ്യം എന്നെ അത് ഇങ്ങനെ മലർന്നിട്ടാ മുക്കിയത്. ഇദ്ദേഹം ഈ ആള് എന്നെ മുക്കിയത് 3 പ്രാവശ്യം മുക്കിയത് അതിന്റെ അടിയിലേക്ക് തല താഴ്ത്തിയിട്ട് ശ്വാസം കിട്ടാത്ത വണ്ണം. 3ാമത്തെ പ്രാവശ്യം ഞാൻ വളരെയധികം മരണവെപ്രാളത്തോടെ ഇങ്ങനെ പൊന്തി വന്നപ്പോ ഈ കുളത്തിന് ചുറ്റും നിറയെ ഒരുപാട് ആളുകൾ വളരെ തേജസ്സുള്ള ആൾക്കാർ നിന്നും കാണിട്ട് എന്തോ ഭാഷയിൽ ആരാധിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നിയാണ്. അത് ആ ആളുകളെ കണ്ടപ്പോൾ എനിക്ക് ഉറക്കത്തില് അങ്ങനെ ഞെട്ടി ഞാൻ പകച്ച് ഇങ്ങനെ കിടക്കുക ഭയന്നിട്ട്. കാരണം ഇതെന്തൊക്കെയാ ഞാൻ കണ്ടത്. കാരണം എൻ്റെ റൂംമേറ്റ്സ് ഒന്നുമില്ല. അവരെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ഞാൻ ആകെ പേടിച്ച് ഇങ്ങനെ നിന്ന് അങ്ങനെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. പക്ഷെ ആ കണ്ടത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് മനസ്സിൽ ആ ഭാരം എനിക്കുണ്ടായി. ഇതെന്താ ഞാൻ കണ്ടത്? എന്നെന്തിനാ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ പോയത്? ഇതെല്ലാം ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്ന് എനിക്ക് പക്ഷേ ആളെ കാണുമ്പോ നമ്മൾ യേശു യേശു എന്നൊക്കെ പറഞ്ഞ് പടങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതുപോലെയല്ല. പക്ഷെ എങ്കിലും ഏകദേശം നമുക്ക് ആ ഒരു രൂപസാദൃശ്യം പോലെ നമുക്കത് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യരൂപം എന്നല്ല, ഒരു വെളിച്ചം പോലത്തെ ഒരാള്. അങ്ങനെ ഞാൻ കണ്ടത്. ഒരു അഗ്നി എന്നൊക്കെ പറയുന്ന പോലെ ഒരാള്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വളരെ വിഷമിച്ച് ഞാനിത് സഭയിൽ പോയിട്ട് പറഞ്ഞ് ഇതിന്റെ അർത്ഥം എന്താ ഞാൻ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ചിലപ്പോ സ്നാനത്തിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഈ സാമച്ചായം പറഞ്ഞ് എന്താണ് നീ 3 ദിവസം ഉപവസിക്കും. ഏഹ് 3 ദിവസം ഉപവസിക്കുക. ഞാന് ഉപവാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട് ചെയ്യല്. പക്ഷെ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ രീതിയിലുള്ള ഉപവാസം. ഇത് ഭക്ഷണമൊന്നും തരൂല. അപ്പൊ എനിക്ക് പേടിയായി. കാരണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ആയിപ്പോവല്ലോ. അങ്ങനെ പറഞ്ഞ് അതല്ല അതൊന്നും ആവുന്നില്ല. നീ 3 ദിവസം ഉപവസിക്കുമ്പോ ഇവിടെ സ്നാനപ്പെടുത്താൻ ഓർഡിനേഷനിൽ ആരുമില്ല. നീ ഉപവസിക്കുന്ന സമയത്ത് ദൈവം നിന്നെ സ്നാനപ്പെടുത്തണമെന്ന് കർത്താവ് ചിന്തിക്കുന്നുവെങ്കിൽ ഇവിടെ ഒരാളെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അപ്പോ എന്നെ അന്ന് ലീവിന്റെ ഒരു സമയമായിരുന്നു. ഈ നോമ്പ് കാലഘട്ടത്തൊക്കെ ആയതുകൊണ്ട് ലീവായിരുന്നു. അപ്പോ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഇരുന്ന് എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവരോട് യാചിച്ച് കുറച്ച് ജ്യൂസ് അങ്ങ് തരുമോ വെച്ച് തന്നില്ല. നമ്മളെ ഇവിടുത്തെ പോലെയല്ല അവിടുത്തെ സംഭവങ്ങളൊക്കെ. അവിടെ കഠിനമായിട്ട് ദൈവത്തിന്റെ ഇതിലേക്ക് നമ്മളെ കടത്തി വിടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സ്നാനമാണെന്ന് പറഞ്ഞാൽ അത് ഇന്ന് തന്നെ വൈകുന്നേരം അറേഞ്ച് ചെയ്താക്കും. 2ാമത്തെ ദിവസം എൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചു നീ രക്ഷിക്കപ്പെട്ടതാണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വേഗം എനിക്ക് ഭക്ഷണം കിട്ടുമെന്നുള്ള കരുതിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടതാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്താ രക്ഷ? ഞാൻ പറഞ്ഞു യേശുവിനെ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. അതൊന്നല്ല രക്ഷ. അവിടുന്ന് 2ാമത്തെ ദിവസം രാത്രി 1 മണി 1:15 സമയത്ത് എനിക്ക് രക്ഷയുടെ വചനങ്ങൾ ചൊല്ലിത്തരികയാണ്. അങ്ങനെ ഞാനത് വേഗം ഏറ്റു ചൊല്ലി. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ച് എനിക്ക് വരെ കുടിക്കാൻ തന്നില്ല. അങ്ങനെ ആ 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം രാവിലെ സാമച്ചായന് ഒരു ഫോൺ കോൾ വന്ന് കട്രയിൽ നിന്നിട്ട് ഒരു ദൈവദാസൻ വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക്. മാത്യു അദ്ദേഹം വരുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഒരു ദൈവദാസൻ വരുന്നുണ്ട് പറഞ്ഞപ്പോ എനിക്ക് സമാധാനമായി. ഇല്ലെങ്കിൽ പിന്നീട് ഉപദേശിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം വരുന്ന സമയമായി പിറ്റേ ദിവസം വന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നെ വിശ്വാസത്തിൽ കൊണ്ടുപോയ സമയത്തായി അദ്ദേഹവും അതുപോലെ തന്നെ അവിടെ കുറെ കെട്ടുകൾ പൊട്ടി ഞാൻ സ്നാനപ്പെട്ടോട് കൂടിയിട്ട്. കാരണം അവര് പറഞ്ഞു ദിലീപ് സ്നാനം കൊടുക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് സ്നാനപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞു. അങ്ങനെ സൈമച്ചായ ഫാമിലിയിൽ സ്ട്രോങ് ബിലീവറാണ്.
അദ്ദേഹം സ്നാനപ്പെട്ടു. അതിന്റെ കൂടെ ഷാജി എന്ന് പറഞ്ഞ ഒരു ബ്രദർ സ്നാനപ്പെട്ടു. പോൾ എന്ന് പറഞ്ഞ ഒരു ബ്രദർ സ്നാനപ്പെട്ടു. അങ്ങനെ ഒരു 10-15 ആൾക്കാർ ആ സമയത്ത് സ്നാനപ്പെട്ടു. ആമേൻ. അപ്പോ അങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ജാതീയനായ എന്നിലൂടെ ദൈവം ചെയ്തപ്പോ അവിടെ വലിയൊരു അന്തരീക്ഷത്തിന്റെ മാറ്റം വന്നു. അത് കഴിഞ്ഞ് സ്നാനം വിട്ട് പിന്നെ സ്നാനങ്ങൾ തുടർമാനങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതുപോലെ തന്നെ കുറെ ഒരു വർഷം കഴിഞ്ഞപ്പോ, ഒരു വർഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഇതുപോലെ വേറൊരു ലീവ് കിട്ടും. പെരുന്നാളിന്റെ സംഗതികൾ, അവര് മുസ്ലിം സംബന്ധമായ എന്തെങ്കിലും ഫെസ്റ്റിവൽ വരും, കിട്ടും. അങ്ങനെ പിന്നെ ഒരു ലീവ് വന്ന സമയത്ത് ഇവര് പറഞ്ഞ് ഇങ്ങനെ നമുക്കൊരു കൂട്ടായ്മ ഉണ്ട്, കൂടി വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാവിനൊന്നും എനിക്കറിയില്ല. അങ്ങനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടു. പിന്നെ പരിശുദ്ധാത്മാവ് പ്രാപിക്കാനൊന്നും ഇവർ എന്നോട് പറഞ്ഞില്ല. അങ്ങനെ ഒരു 10-20 പേര്, 10-20 പേര് ഈ മർക്കോസിന്റെ മാളികമുറിയിൽ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു അജി ബ്രദർ ഉണ്ട് അവിടെ. അജി ബ്രദർ, സൂസൻ സിസ്റ്റർ. ഈ അജി ബ്രദർ ഇന്ന് സൗദി അറേബ്യയിൽ പാസ്റ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ മാളിക മുറിയുടെ മുകളിൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്നു. അവിടെ ഈ 2 AC ഒക്കെ ഇടുന്നതിനെ സൗണ്ട് വെളിയിലോട്ട് പോകില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ പാടി ആരാധിക്കുന്നത്. കാരണം ഞാൻ മാത്രമേ ഹിന്ദുവായിട്ടുള്ള ഒരുവനുള്ളൂ, ബാക്കിയെല്ലാം ക്രിസ്ത്യൻസാണ്. അപ്പൊ അവർക്ക് ഇതൊക്കെ അറിയാം, പരിശുദ്ധാത്മാവിന്റെ. എനിക്കതൊന്നും അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ പാട്ടുകൾ പാടാൻ തുടങ്ങി. അപ്പൊ പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരുന്ന്. അങ്ങനെ ഇവര് പാടി പിന്നെ ഇവരൊരു പാട്ട് പാടിയതാണ്, തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ച്, ഇതെന്ത് തീ കത്തിക്കലാണ്? നമ്മുടെ അടുപ്പിലൊക്കെ തീ കത്തിക്കും, ഇതെന്ത് തീ കത്തിക്കൽ? ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക. ഇവർ ഈ പാട്ടെന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പാടി അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ നാവ് കൊണ്ട് ആ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലായ വരികളൊക്കെ പാടാൻ തുടങ്ങി. തീ കത്തിക്ക, ഇതെന്താ ദൈവമേ, സ്വർഗീയ രാജാവാര, ഇതെന്ത് തീയാ കത്തിക്കുന്നത്? അങ്ങനെയാണ് ഇങ്ങനെ ഒരു 100 കൂട്ട ചിന്താഗതികൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നൊരു നിമിഷം പെട്ടെന്ന് എൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ചെവിന്റെ അടുത്ത് ഒരാൾ വന്ന് പറയുക, മുട്ടിലിരിക്കുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പോൾ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണുള്ളത്. അപ്പൊ ഞാൻ കണ്ണ് തുറന്നിട്ട് ഇദ്ദേഹത്തിന് നോക്കുക. എനിക്ക് ഇങ്ങനെ മുട്ടിലിരിക്കാനൊന്നും അറിയില്ല. ഞാൻ കാലിങ്ങനെ പിറകോട്ട് ഇങ്ങനെ പിണച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇദ്ദേഹം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടേ എനിക്ക് കയ്യടിച്ചിട്ട്. പിന്നെ ആരാ? അപ്പൊ വലിയ ഈ കർട്ടനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിടിച്ച് മാറ്റി നോക്കി, ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അത് വിട്ടു ഞാൻ. കുറച്ച് കഴിഞ്ഞ് 3 മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ തന്നെ പിന്നെയും വന്ന് മുട്ടിലിരിക്കുന്നുണ്ട്. മലയാളത്തിലാ പറഞ്ഞത്. അത് നമ്മൾ അടുത്ത് വന്ന് പറയല്ല, എവിടുന്നോ എന്തോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ മുട്ടിൽ ഇരുന്ന് പേടിച്ച് ഇരുന്ന് കയ്യൊക്കെ അടിച്ചപ്പോ എനിക്ക് കയ്യൊന്നും അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മൂന്നാമതും ഒരു ഭയങ്കര കമാൻഡിങ് പവറിൽ ഒരു ആജ്ഞ വന്നു. അതിൽ ഞെട്ടിത്തരിച്ചു പോയിട്ട് ഞാൻ മുട്ടിലിരുന്ന് കയ്യടിച്ച് ആരാധിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു കോടാനുകോടി കാതം അകലെ നിന്നിട്ട് ഒരു അദൃശ്യമായ വെളിച്ചം എന്നിലേക്ക് ഇങ്ങനെ പാഞ്ഞടുത്ത് വരുന്ന മാതിരി എനിക്ക് തോന്നി. അത് അടുത്ത് വന്ന് ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ തുടങ്ങി. റൗണ്ട് ചെയ്തിട്ട് എപ്പോഴോ അത് എൻ്റെ ശരീരത്തിലേക്ക് കടന്ന മാതിരി എനിക്ക് തോന്നിയ വെളിച്ചം ചൂട് വെളിച്ചം പോലെ. അപ്പത്തേന് എൻ്റെ തലേൻ്റെ മുതൽ കൈയും കാലും എല്ലാത്തിലും ഞരമ്പുകൾ അങ്ങോട്ട് തടിക്കാൻ തുടങ്ങി. ശരീരത്തിൽ ഓരോ അവയവങ്ങളെയും എല്ലാം അതിങ്ങനെ ത്രസിച്ചു കൊണ്ടേയിരുന്നു. അവിടുന്ന് ഞാൻ അങ്ങോട്ട് ചാടി എണീറ്റ് അങ്ങോട്ട് അന്യഭാഷയിൽ ആരാധിക്കുന്നു. പക്ഷേ അഭിഷേകം പ്രാപിക്കാത്ത പല ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. അത് ലീഡ് ചെയ്ത ആൾക്ക് വരെ മനസ്സിലായിട്ടില്ല. ആമേൻ. അപ്പോ അങ്ങനെ ഇത് പ്രാപിച്ചു കഴിഞ്ഞപ്പോ അത് ഞാൻ മാത്രമേ ഇത് അനുഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ബേബിക്കുട്ടി എന്ന് പറഞ്ഞ വർഗീസ്, ഇദ്ദേഹം കുറെ കഴിഞ്ഞ് ഇതൊക്കെ പ്രാപിച്ചു കഴിഞ്ഞ് നമ്മളെ ക്ഷീണത്തിൽ കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിന് ദിലീപ് പ്രാപിക്കുന്നു. ഇത് ഞാൻ കിടക്കുമ്പോൾ കേൾക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ പ്രാപിച്ചത് എന്നൊക്കെ നമുക്ക് അറിയുന്നില്ല, ആ ഭാഷകളൊന്നും അറിയുന്നില്ല. അങ്ങനെ പുള്ളീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ചേച്ചാ എന്താ? അപ്പം പറഞ്ഞേ, അല്ല നീ ഒരു ഹിന്ദു ഇതെന്ന് വന്നതല്ലേ, അപ്പൊ ദൈവം അന്നൊന്നും എനിക്ക് അറിയില്ല, ഈ ക്രിസ്ത്യാനി ഹിന്ദു ഒക്കെ ഒരേ പോലെ തന്നെയാണെന്നുള്ള അറിവില്ല. അതുകൊണ്ട് ഞാനും വിചാരിച്ച് ശരിയായിരിക്കും അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയും ഹിന്ദു എന്ന് വന്നത് കൊണ്ട്
ബ്രദറിന് ഇങ്ങനെ നിനക്കിത് പ്രാപിക്കാൻ പറ്റി. എനിക്ക് അപ്പോഴേ ഇരിക്കുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് ദൈവം നിന്നെ തൊടുമെന്ന്. അങ്ങനെ അപ്പൊ എനിക്കത് ഒരു വലിയ സംഭവം പോലെ തോന്നി. പിന്നെ എനിക്ക് അത് പ്രാപിച്ചോട് കൂടിയിട്ട് പിന്നെ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ നാവിന്റെ കെട്ട് അഴിച്ചു. അഴിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൗദിയിലുള്ള എൻ്റെ സഹോദരന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം പലരും എന്നോട് ചോദിച്ചു, നീ എന്താണ് കൺവെൻഷനൊക്കെ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെ നിനക്ക് പറ്റുന്നത്? കാരണം എനിക്ക് ദൈവത്തിന്റെ വചനം അറിയില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നത് പോലും എനിക്ക് അറിയുന്നില്ല. അതാണ് ഞാൻ എന്നോട് പ്രാർത്ഥിക്കാൻ എനിക്കൊരു വിഷയം തരുമ്പോൾ ഞാൻ മുട്ടിലൊന്നും മറ്റേ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് എനിക്ക് പോലും അറിയുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും ഇതെന്താ ഇങ്ങനെയൊക്കെ പോകുന്നു നമുക്ക് അറിയുന്നില്ല. പിന്നെ അതിലൂടെ പല അവിടെ ഓരോരോ പ്രാർത്ഥനക്കൊക്കെ ദൈവം മറുപടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ സ്നാനമൊക്കെ പെട്ട് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ പേടി തോന്നി. എന്താ വെച്ചാല് ഞങ്ങൾ ക്രിസ്ത്യാനിയല്ലോ, അമ്മയും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പൂജാമുറിയും പൂജ ചെയ്യുന്ന അച്ഛൻ്റെ അമ്മേന്റെ തറവാട്ടിലെ അമ്പലങ്ങളും ഉത്സവങ്ങളൊക്കെ നടക്കുന്നവരാ. അപ്പൊ എനിക്ക് പേടിയായി. അമ്മേന്റെ അടുത്ത് എന്ത് പറഞ്ഞ അമ്മ എന്തെങ്കിലും ആവോ, പ്രശ്നമാവോ എന്നെല്ലാം ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മൂത്ത ചേച്ചി മെഡിക്കൽ കോളേജിൽ അവർ വർക്ക് ചെയ്യുക, അവരുടെ അടുത്ത് ഞാൻ കത്ത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞ് ദൈവം യേശു അത് സത്യമാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയാൽ നീ അതേ വഴിക്ക് പറ്റും, തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞു. അവിടെ ഒരു ധൈര്യം കിട്ടി എനിക്ക്. പിന്നെ ഞാൻ അമ്മയ്ക്ക് കത്ത് എഴുതി. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇതായി നിന്ന് അങ്ങനെ ഇതൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയും വിശ്വാസത്തിൽ വരണം, അങ്ങനെയൊക്കെ പറഞ്ഞു. കത്തെഴുതി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി തുടങ്ങി. കാരണം എനിക്ക് എൻ്റെ അമ്മേനെ ജീവനായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് എന്നെയും ജീവനായിരുന്നു. അങ്ങനെ 1-2 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ തന്നെ ഞാനൊരു സ്വപ്നം കാണുകയാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി. അങ്ങനെ കട്ടിലിൽ കിടക്കുക, അമ്മ മരിച്ചു പോയിട്ട്. സാധാരണ ഒരു ഹൈന്ദവ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്മ കിടക്കുന്നത് മരിച്ചിട്ട്. പിന്നെ അമ്മയുടെ ഈ ശരീരത്തിൽ നിന്നിട്ട്, കിടക്കുന്ന ശരീരത്തിൽ നിന്നിട്ട് ഒരു വെള്ള വസ്ത്രധാരിയായ ഒരമ്മ ഇങ്ങനെ പൊങ്ങി 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 വരുന്ന കാണുന്നു. എന്നിട്ട് അത് ഇറങ്ങി അങ്ങ് നടന്നു പോകുന്നതായിട്ട് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ അമ്മ മരിച്ചോ, ആകെ വിഷമായി പ്രയാസമായി അങ്ങനെ നിൽക്കുക. ഒരു ദിവസം ഞാൻ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു ദേവദാസൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ജെയിംസ് വള്ളംകുളം. അദ്ദേഹം എൻ്റെ റൂമിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ നീ എന്താ? അദ്ദേഹം എന്നെ വളരെ സ്നേഹിച്ച ഒരു ദൈവദാസനാണ്, എന്നെ മോനെ എന്നെ വിളിക്കുള്ളൂ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, എന്താ മോനെ ഇങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ഞാൻ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടെങ്കിൽ പേടിയാണ്. മോൻ എന്താ തോന്നുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ സ്നാനപ്പെടുന്നതായിരിക്കുമോ? അവൻ അത് തന്നെയാന്ന് പറഞ്ഞു. വിഷമിക്കേണ്ട, അങ്ങനെ അമ്മ മരിക്കൊന്നുമില്ല, ദൈവം നമ്മളെ നന്മയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന ദൈവമാണ്, നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞ് എനിക്ക് ഉറപ്പൊക്കെ തന്നു. അങ്ങനെ അത് കഴിഞ്ഞ് സംസാരം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഡ്രൈവർ ഉണ്ട്, ബംഗ്ലാദേശിയാണ്. അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഒരു കത്തുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ കത്ത് നോക്കുമ്പോൾ അതിന്റെ മുകളിൽ സ്റ്റാമ്പ് ഒന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ച്, ഇത് നിനക്ക് ആരെങ്കിലും കൊണ്ടു തന്നതാണോ, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു തന്നതാണോ ചോദിച്ചപ്പോൾ അല്ല, ഇത് പോസ്റ്റിൽ വന്നാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് സീല് വെച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് സീല് വെച്ചിട്ടുണ്ട്, സൗദിയിലും സീല് വെച്ചിട്ടുണ്ട്. പക്ഷെ 18 രൂപേന്റെ സ്റ്റാമ്പ് അന്ന് വേണമായിരുന്നു, ആ സ്റ്റാമ്പില്ല. അങ്ങനെ ഞാനത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കോഴിക്കോടുള്ള VT അബ്രഹാം പാസ്റ്റർ എൻ്റെ അമ്മയെ സ്നാനപ്പെടുത്തുന്ന ഫോട്ടോ ആയിരുന്നു. അമ്മേ, പിന്നെ ഞാൻ അതിന്ന് ആ ലെറ്റർ എടുക്കുന്ന സമയത്ത് ഈ 18 രൂപേന്റെ സ്റ്റാമ്പ് അമ്മ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് പൊട്ടിച്ചത്. കാരണം അമ്മ സന്തോഷം കൊണ്ടാണോ എന്തോ അറിയില്ല, അമ്മക്ക് മറന്നു പോയതാണോ അറിയില്ല, സ്റ്റാമ്പ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണെന്ന് അറിയുമോ? കാരണം ഈ ഒരു ചെറിയ സംഗതി പോലെ എൻ്റെ അമ്മേനെ സ്നാനപ്പെടുത്തുന്ന ഫോട്ടോ എന്നെ കാണിച്ച് എനിക്ക് ആശ്വാസം കൊള്ളുവാൻ സർവശക്തനായ നീതിയുള്ള ദൈവം, ആമേൻ, അതെന്റെ കരങ്ങളിൽ തന്നെ കൊണ്ടു തന്നു. ഞാൻ ദൈവത്തിന്
ഒത്തിരി സ്തോത്രം പറഞ്ഞു. ഞാനിതെല്ലാം എൻ്റെ സഭയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അന്ന് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിൽ ആറാടുകയായിരുന്നു. കാരണം എൻ്റെ അമ്മ ഇത്രയും വയസ്സിൽ ഭയങ്കര ഹിന്ദു ഭക്തിയായിരുന്നു. 4 വർഷം ശബരിമലക്ക് പോയിരുന്ന എൻ്റെ അമ്മ ഒരു യേശുവിന്റെ സാക്ഷിയായി തീർന്നിട്ട് സന്തോഷത്തോടെ ഫോട്ടോ അയച്ചു തരുമ്പോൾ അത് കിട്ടുന്ന എൻ്റെ ഒരു മനസ്സിന്റെ സമാധാനവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തായിരുന്നു. കാരണം ഞാനും 4 വർഷം ശബരിമലക്ക് പോയവനാണ്. അന്നെല്ലാം നമ്മൾ ദൈവത്തോട് കുറേ നിലവിളിച്ചതാണ് സമാധാനം സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നും ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നു. പിന്നെ ഞാൻ ചെറിയൊരു കുഞ്ഞായിരിക്കുമ്പോഴും എനിക്കിതുപോലെ മരണത്തിന്റെ രോഗം വന്നു. അവിടുന്ന് എങ്ങനെയോ ദൈവം രക്ഷിച്ചു. രണ്ടാമത് ഞാൻ സൂയിസൈഡ് ചെയ്തു, അത് രക്ഷിച്ചു. ആമേൻ. മൂന്നാമതായിട്ട് എൻ്റെ മരണം യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ ജഡത്തെ മരിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. വന്ന സമയത്താണ് പാസ്റ്ററെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. കാരണം എൻ്റെ അമ്മ സ്നാനപ്പെട്ട വിവരം നാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. എൻ്റെ ബന്ധുക്കൾക്കും അറിയില്ല, എൻ്റെ ചേച്ചിമാർക്ക് പോലും അറിയില്ല. കാരണം അളിയന്മാർ ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാരെ പ്രശ്നമാക്കോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ അമ്മ പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗൾഫിൽ നിന്ന് ലീവിന് വരികയാണ്. ലീവിന് വന്ന് സന്തോഷത്തോടെ വരുന്ന പാസ്റ്ററെ, സന്തോഷത്തോടെ വന്ന് ഞാൻ എൻ്റെ ചേച്ചിമാരെല്ലാം പോയി കണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞ് അമ്മ സ്നാനപ്പെട്ട് ഞാനും സ്നാനപ്പെട്ടെന്ന്. അപ്പൊ ചേച്ചിമാരൊക്കെ പറഞ്ഞു, അമ്മ സ്നാനപ്പെട്ടോ, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അളിയന്മാർ അറിഞ്ഞ പ്രശ്നമാവണ്ട വെച്ചിട്ടേക്ക് അമ്മ പറയാതിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അവസാനം എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് പെൺകുട്ടികളെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് VT അബ്രഹാം പാസ്റ്ററിന്റെ ഒരു ഇതിൽ എനിക്ക് ഒരു പ്രപ്പോസൽ വന്ന് അത് കണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അതിന്റെ എൻഗേജ്മെന്റ് വന്നു. അത് വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം ഞങ്ങൾ ആരും ക്രിസ്ത്യാനിന്റെ ഇതിൽ കല്യാണത്തിന് പോകില്ല എന്ന് അളിയന്മാർ പറഞ്ഞു. പക്ഷെ എൻ്റെ പെങ്ങന്മാർക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർക്ക് പറഞ്ഞാൽ അവർക്ക് എനിക്ക് സമാധാനം കിട്ടണം, ഞാൻ നന്നായിരിക്കണം എന്നുള്ള ചിന്താഗതിയാണ്. അത് ക്രിസ്തീയ ജാതി ആയാലും എന്തായാലും അവർക്കത് പ്രശ്നം തോന്നിയില്ല. അവരെപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു സംഗതി ഞാൻ വിട്ടുപോയത് എന്താ ഫസ്റ്റ്, എൻ്റെ ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങളുടെ മക്കൾ കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ മയക്കമരുന്ന് ഇതൊക്കെ ഇതാകുന്ന സമയത്ത് ഇവൾ എനിക്കൊരു ഒരു പുസ്തകം കൊണ്ടു തന്നു. നല്ലൊരു പുസ്തകം, ഒരു മാഗസിൻ കൊണ്ടു തന്നു. എന്നോട് വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ മാഗസിൻ എടുത്തിട്ട് ഇവളെ എറിഞ്ഞു. എനിക്കൊന്നും വേണ്ട, ഞാൻ നശിക്കാൻ പോവാ, ഇനി മതി ജീവിതം. അങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതായത് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും എനിക്ക് ജീവിക്കേണ്ട തോന്നുന്ന സമയത്താണ് ഇത് വരുന്നത്. അങ്ങനെ ഞാൻ ആ പുസ്തകം വായിച്ചിട്ട് സത്യത്തിൽ ഞാൻ കള്ളം പറയല്ല, എനിക്കൊരു മാനസാന്തരം തോന്നി. കാരണം എന്നിട്ട് ഞാൻ അതിന്റെ ആ മീറ്റിങ്ങിന്റെ ഉറവിടം ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അവിടെ പോയി ആ മീറ്റിങ്ങിൽ കൂടിയതാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന വലിയൊരു മാറ്റം. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങിൽ കൂടി, അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായി, വലിയ മാറ്റം. ഞാൻ പല ആളുകളെ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളുകളെ ഞാൻ ആ മീറ്റിങ്ങിന് കൊണ്ടുപോയി. അതുപോലെ എൻ്റെ ചേച്ചീനെ, മൂത്ത ചേച്ചീനെ, മക്കളെയും കൊണ്ടുപോയി. അവർക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യം തോന്നി. വലിയൊരു സമാധാനം, ഞങ്ങൾക്ക് സന്തോഷമൊക്കെ അനുഭവിച്ചു. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വേദന അനുഭവിച്ചിരുന്ന ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ ഒരു മഴ പെയ്ത അനുഭവമായിരുന്നു അവിടെ മീറ്റിങ്ങിന് പോയപ്പോൾ. അങ്ങനെ പക്ഷെ അവിടെയും ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും പിന്നെ ഗൾഫിൽ പോയതിനു ശേഷമാണ് എനിക്ക് നല്ലൊരു അനുഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി. വലിയൊരു ദൈവത്തിന്റെ കൃപ വന്ന്, അതുപോലെ തന്നെ എനിക്ക് നല്ല ഫ്രണ്ട്സുകൾ, നല്ല ആളുകൾ. എപ്പോഴെപ്പോഴും ഞങ്ങൾ കൂട്ടമായിട്ടേ നടക്കുകയുള്ളായിരുന്നു. കാരണം ഞങ്ങൾ ആരും ഒറ്റപ്പെട്ട് നടക്കൂല. അവരെന്നെ ഒറ്റപ്പെട്ട് നടത്താൻ അനുവദിക്കില്ല. അവരവരുടെ കാറിൽ എന്നെ കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ സ്വന്തം വീട്ടുകാർ പോലും ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു ഈ ദൈവമക്കൾ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല നല്ല ഷർട്ടുകൾ അവർ മേടിച്ചു തരും, ഭക്ഷണങ്ങൾ മേടിച്ചു തരും. അങ്ങനെ ഒരു വലിയൊരു സന്തോഷവും സമാധാനത്തിൽ കൂടെയൊക്കെ പോയിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരുന്നത്, ഈ കല്യാണത്തിന് വരെ അളിയന്മാരൊക്കെ പ്രയാസപ്പെട്ടെങ്കിലും ലാസ്റ്റ് നിമിഷത്തിൽ എല്ലാവരും വരാ പിടിക്കാന്നൊക്കെ വന്ന്, അങ്ങനെ അതൊക്കെ ഞങ്ങളെ ഹൃദയത്തിൽ വലിയ വേദനയായിരുന്നു, വരൂല എന്നൊക്കെ പറഞ്ഞത്. അവസാനം ഞങ്ങൾ എൻഗേജ്മെന്റിന് പാലക്കാടുള്ള ഒരു സഹോദരിയാണ് കണ്ടത്. അങ്ങനെ അവിടെ പോയി എൻഗേജ്മെന്റ് ഒക്കെ ഞങ്ങൾ ഇതാക്കി അനുഭവിച്ച് എല്ലാം കടന്നു വന്ന്
അങ്ങനെ കല്യാണത്തിന്റെ ഡേറ്റും കുറിയൊക്കെ കണ്ട് എൻ്റെ കല്യാണത്തിന് 4 ദിവസം ഉള്ള സമയത്ത് എൻ്റെ വീട്ടിൽ പന്തലിന്റെ പണി നടന്നുകൊണ്ടേയിരിക്കുക. പന്തലിന്റെ പണി നടക്കുന്ന, പെയിന്റിങ് നടക്കുന്ന, ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് എൻ്റെ അമ്മേന്റെ ഒരു സുഹൃത്തുണ്ട്. അതായത് ആശുപത്രിയിലെ നേഴ്സാ അവര്. അവർക്ക് എൻ്റെ കല്യാണക്കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കല്യാണക്കത്തായിട്ട് ഇറങ്ങുക. കാരണം കല്യാണത്തിന് 4 ദിവസമേ ഉള്ളൂ. പല പ്രാവശ്യം അവർ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ കത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വരികയാണ് ഹാർട്ടിന്. അങ്ങനെ ഞങ്ങള് കോഴിക്കോട് സഹകരണ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാത്രി 10 മണിക്ക് എൻ്റെ അമ്മ മരിച്ചു. അത് വലിയ കോളിളക്കമായി തീർന്നു. കാരണം എൻ്റെ വീട്ടിൽ കല്യാണത്തിന് പന്തല് ഒരുങ്ങുക. 4 ദിവസമുള്ള പാസ്റ്ററെ. അമ്മേ അങ്ങനെ ആ കല്യാണ പന്തലിലേക്ക് എൻ്റെ അമ്മേന്റെ ഡെഡ് ബോഡിയെ കൊണ്ടുവരുന്നത്. അത് വലിയ തകർച്ചയും പ്രശ്നത്തിലേക്കായിപ്പോയി. എല്ലാവരും പറഞ്ഞു, ജാതി മാറിപ്പോയത് കൊണ്ട് നിനക്ക് അനുഭവിച്ചതാ. അയൽക്കാരൊക്കെ എന്നെ പ്രാകാനും ശപിക്കാനും തുടങ്ങി. അയ്യോ നല്ലൊരു സ്ത്രീയായിരുന്നു, അവരെ കൊണ്ട് കൊന്ന്, അവരെ കൊണ്ട് മറ്റേ പള്ളിയിലെ കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് RSSകാരൊക്കെ കയറി എന്നെ അടിക്കാൻ വന്നു. അങ്ങനെ ഞാൻ ദുഃഖത്തിലിരിക്കുന്ന, എനിക്ക് ചെറിയ വയസ്സ് 27 വയസ്സ് ഇരിക്കുന്ന സമയത്ത് ഞാൻ RSSകാർ എന്നെ അടിക്കാൻ വരുമ്പോൾ ഞാൻ ഇവർക്ക് ഇത്രയും ദുഃഖത്തിലിരിക്കുന്ന എന്നെ ഇവർക്ക് എത്ര ധൈര്യത്തിലാണ് ഇവർ അടിക്കാൻ വരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എൻ്റെ അമ്മേനെ എല്ലാവരും, എൻ്റെ അളിയന്മാരും എൻ്റെ ബന്ധുക്കളൊക്കെ വന്നിട്ട് അമ്മേന്റെ ബോഡിക്ക് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അമ്മേന്റെ ബോഡി മറ്റേ ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കണം, അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. അയ്യോ എനിക്ക് അമ്മ പോയല്ലോ എന്ന് വെച്ച് ദുഃഖത്തിൽ എൻ്റെ മനസ്സിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എൻ്റെ അമ്മ ഇല്ലാത്ത വീട്ടിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ. അത്രയും നല്ല എല്ലാ കാര്യത്തിനും നല്ലൊരു തൻ്റെയുള്ള ഒരു അമ്മയായിരുന്നു. അത് മരിക്കേണ്ട ഒരു പ്രായവും ഇല്ല, മരിക്കേണ്ട ഒരു അസുഖവും ഇല്ല. ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഹാർട്ടിന് ഇങ്ങനെ ഉള്ളതൊന്നും. അങ്ങനെ ഇരിക്കെ ഈ ബോഡിക്ക് അവിടുന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ്, നീ ഒരു പ്രശ്നത്തിന്റെ മുന്നാകെ നിൽക്കാൻ വേണ്ടി പോവുകയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. എനിക്ക് വചനം അറിയില്ല അന്ന്, പക്ഷെ ഈ വാക്യം എൻ്റെ ഉള്ളത്തിൽ വന്നു. അങ്ങനെ എന്ത് പ്രശ്നത്തിന് മുന്നേ ഞാൻ നിൽക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പോയി വാഷ് ബേസിൻ നോക്കി. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ VT അബ്രഹാമിനെ എല്ലാ RSSകാരും എൻ്റെ ബന്ധുക്കളും ചേർന്ന് അടിക്കാൻ പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ എൻ്റെ വീടിന്റെ ഈ മതിലിനോട് ചേർത്ത് നിർത്തിയിട്ട് അടിക്കാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സഹോദരിന്റെ ആത്മാവ് രക്ഷപ്പെട്ടു, അവരെ ജഡത്തിൽ ഞങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല, എങ്കിലും അവർക്കൊരു മകൻ ജീവനോടെ ഇരിപ്പുണ്ട്, അവൻ പറയട്ടെ എന്താണെന്നുള്ളത്. ഇതാ ഞാൻ കേൾക്കുന്നത്. അവിടെ നിന്നുകൊണ്ടപ്പോ എല്ലാവരും എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, മോനെ അമ്മ മരിച്ചാൽ ഇങ്ങനെ ചെയ്യണം എന്ന് അമ്മ ജീവനോടെ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ വെച്ച സ്ഥലത്ത് തന്നെ വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അവിടുന്ന് ഞാൻ എഴുന്നേറ്റിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെ ക്രിസ്തീയ ആചാരപ്രകാരം തന്നെ അടക്കും. എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് ക്രിസ്തീയ ആചാരപ്രകാരം തന്നെ നടക്കും, അല്ലാതെ നിങ്ങളെ ഇഷ്ടത്തിനൊന്നും കിട്ടൂല. ഞാനും എൻ്റെ അമ്മയും ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞു. അവിടെ പൂഴി വാരിട്ട കൊടിയാത്ത ജനങ്ങൾ, അത്രയും ആ റോഡിൽ നിൽക്കുന്ന ജനങ്ങളുടെ, അമ്മേനെയും ഞാനൊക്കെ അവിടെ കുറച്ച് പരിചയമുള്ള അമ്മ, ഏറ്റവും കൂടുതൽ ഫേമസ് അമ്മയാണ്, അതുകൊണ്ട് അറിയുന്നവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്നാണ് എല്ലാവരും അറിയുന്നത് എൻ്റെ അമ്മയും ഞാനും ക്രിസ്ത്യാനികളായെന്ന്. ആ ലോകം മുഴുവൻ അറിയുന്നത് അങ്ങനെയാണ്, ആ ദേശം മുഴുവൻ അറിഞ്ഞു. അത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു. എങ്കിലും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, എൻ്റെ അമ്മേനെ എന്തിനെടുത്തു എനിക്ക് ചോദിക്കാൻ എൻ്റെ നാവ് പൊന്തിട്ടില്ല. ആമേ, ദൈവം തന്ന്, ദൈവത്തിന്റെ ഇഷ്ടം. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അതൊക്കെ അന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഇന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ കല്യാണം ഒരുങ്ങേണ്ട വീട്ടിൽ എന്ത് ചെയ്ത് മരണം ഒരുങ്ങി. അങ്ങനെ 3 പാസ്റ്റർമാർ വന്ന് അമ്മേന്റെ ശുശ്രൂഷകളൊക്കെ, ഫ്യൂണറൽ ശുശ്രൂഷകൾ കഴിഞ്ഞ് അങ്ങനെ സെമിത്തേരിയിൽ തന്നെ കൊണ്ട് അടക്കി. എനിക്ക് ഒത്തിരി വേദനയും പ്രയാസം ഉണ്ടായി. അമ്മ പോയ വീടുണ്ടല്ലോ, എൻ്റെ വീട് മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് താമസ യോഗ്യമല്ലാത്തതായതുപോലെ തോന്നിപ്പോയി എൻ്റെ അമ്മ പോയപ്പോൾ. കാരണം ഇനി ആരാ എന്നെ നിയന്ത്രിക്കുക, ഇനി ആരാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക? കാരണം ഞാനും അമ്മയും മാത്രമാണല്ലോ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്, എന്താ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അങ്ങനെ എൻ്റെ കല്യാണത്തിന്റെ കാര്യം വന്നു. അപ്പോൾ കല്യാണം മാറ്റി വെക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. കാരണം എൻ്റെ പെങ്ങന്മാരെല്ലാം
5 പേരും ഹിന്ദുക്കളാണ്. അപ്പോ അവര് ഈ ഹിന്ദു ആചാരപ്രകാരം പെരയിൽ കിടക്കണം എന്നുള്ള ഒരു ആചാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെ കല്യാണം നമുക്ക് നീട്ടി വെക്കണ്ട എന്നുള്ള തീരുമാനം ഭാര്യ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ എല്ലാവരും മൗനം സമ്മതം പോലെ നിന്ന്. അന്ന് എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു പാടില്ല, അങ്ങനെയാണ് ഹിന്ദു ആചാരപ്രകാരം ചെയ്യുന്ന വലിയ പാപമാണെന്നൊക്കെ അവർ പറഞ്ഞു. എങ്കിലും കണ്ണുനീരോടെ ആയിരുന്നു ആ കല്യാണമൊക്കെ ഫസ്റ്റ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ പെങ്ങന്മാരെല്ലാം വന്ന് കല്യാണത്തിന് വരെ ഒരാൾ ഒഴികെ എല്ലാവരും വന്നു. എല്ലാവരും വന്നിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ചർച്ചിലിരുന്ന് കരയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കല്യാണമായിപ്പോയി എൻ്റെ കല്യാണം. അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികമായ വിഷമത്തിനും പ്രയാസങ്ങളായി. പിന്നത്തേതിൽ ദൈവം എന്നെ ബലപ്പെടുത്തി. നമ്മള് ഒരുപാട് പ്രശ്നത്തിന്റെ മധ്യ ദൈവം പറയുന്നുണ്ട്, കർത്താവ് നമ്മളെ ദൈവവചനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയിച്ച ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. പിന്നത്തേതിൽ ഞാൻ ദൈവത്തിൽ തന്നെ കൂടുതലായിട്ട് ഞാൻ ആശ്രയിക്കാൻ തുടങ്ങി. ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കാണ്ടേ. കാരണം ഇനി എനിക്ക് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സർവസ്വം എൻ്റെ യേശുവായി തീർന്നു. ഇന്നും ഈ മുന്നിലിരുന്ന് സംസാരിക്കുന്ന നിമിഷവും ഞാൻ എൻ്റെ ഒരു കാര്യം പോലും ഒരു മനുഷ്യനോട് ഞാൻ സംസാരിക്കാറില്ല. ആമേൻ. എൻ്റെ മെന്റർ, എൻ്റെ സർവസ്വം എൻ്റെ യേശുവാണ്. ഞാൻ എന്ത് കാര്യങ്ങളും എൻ്റെ കർത്താവിനോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അത് ഒരു മനുഷ്യൻ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് എൻ്റെ ദൈവമാണ്. അന്ന് മുതൽ എൻ്റെ അമ്മ എടുക്കപ്പെട്ടതിന് ശേഷം, കാരണം ദൈവത്തെങ്കിലേക്ക് ദൈവം പൂർണ്ണ ആശ്രയം എന്നെ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ പിന്നത്തേതിൽ എൻ്റെ പെങ്ങളെ മോളെ ക്രിസ്തീയ ആചാരപ്രകാരം തന്നെ കല്യാണം കഴിച്ച് അതിനും വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു ഞാൻ. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഓരോരോ അംഗത്തെയും ദൈവം വിളിച്ച് വേർതിരിച്ച്. മൂത്ത എൻ്റെ ചേച്ചി സ്നാനപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അളിയൻ ദേഷ്യം വന്നു. അളിയൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ട് ജാതി മാറ്റി എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, എന്നെ കൊല്ലുന്ന് പറഞ്ഞ അളിയൻ. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം അളിയനെ ദൈവം തൊട്ടു. അളിയൻ ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ അളിയന്റെ ഹാർട്ട് ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ്. ഏത് നിമിഷവും അളിയൻ മരിക്കും. പുള്ളിക്കാരനെ മരിക്കാൻ പേടിയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് പുള്ളി വേഗം ആശുപത്രിയിലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെയും വിളിച്ചു. ഞാൻ പറയും നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നവനല്ലേ. അതൊക്കെ ഞാൻ അന്ന് ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. നമുക്ക് തിരുവനന്തപുരത്ത് ശ്രീ ചിത്തിര തിരുനാൾ ഹോസ്പിറ്റലിൽ പോകണം, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ രോഗത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രീ അവിടെ ആശുപത്രിയിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ചെയ്യണം, അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹം മരിച്ചു പോകുന്നു ശ്രീ ചിത്തിര തിരുനാൾ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞു. അപ്പൊ അതിന് പൈസ വേണം, 1,80,000 ഉറുപ്യ കെട്ടണം. അപ്പൊ അന്ന് ഞങ്ങൾ പൈസ ഒന്നും കൊണ്ടു ചെന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ചെയ്ത് അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് പൈസ വന്ന് കെട്ടണം, ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ വീട്ടിൽ വന്ന് ഇതായി. നമ്മുടെ കയ്യിൽ അപ്പോൾ 1,80,000 ഒന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും എങ്ങനെയൊക്കെയോ പൈസയൊക്കെ ഒപ്പിച്ച് ചേച്ചി തന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആശുപത്രിയിലേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെന്നു. അങ്ങനെ അളിയനെ പിന്നെയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറ്റി. അവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും 1 മണിക്കൂർ 2 മണിക്കൂർ പിടിക്കും ടെസ്റ്റ് കഴിഞ്ഞ് വരാൻ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാ പൈസ ഇരിക്കുന്നത്. ഞാൻ ഈ പൈസ ആയിട്ട് എന്ത് ചെയ്ത് ഈ ആശുപത്രിയുടെ ഓരോരോ ഭാഗങ്ങളും ഇങ്ങനെ കണ്ട് വലിയ ആശുപത്രി ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ട് സൗകര്യം നോക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്നെ ആരോ ഇങ്ങനെ നയിച്ചു കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ സമയം 12:30 കഴിഞ്ഞു. പൈസ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ അളിയൻ ആ സ്റ്റെപ്പിലിരുന്ന് കരയുന്ന കാണുന്നു. അങ്ങനെ എന്നെ കുറെ വേണ്ടാത്ത തെറിയൊക്കെ വിളിച്ചു. നീ എന്നെ കൊല്ലാനുള്ള കാരണമാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രശ്നമായി. ഞാൻ പറഞ്ഞു നിന്റെ കയ്യിൽ പൈസ തന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. കെട്ടാൻ പറ്റില്ല, ഇനി ഞാൻ മരിക്കും ഒരാഴ്ചൻ്റെ ഉള്ളിൽ. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്താൻ പൈക്ക് ഞാൻ ഈ പൈസ എങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മരണത്തിന്മേലും ജീവനുമേലും അധികാരം യേശുവിനാണ്. യേശു പറയേണ്ടത് നിങ്ങൾ മരിക്കില്ല എന്നാണ്. അപ്പൊ അദ്ദേഹം ചെരുപ്പ് എടുത്തും കാറ്റി എൻ്റെ മേത്തെ ചെയ്തു. നീ എന്നെ കൊല്ലാൻ വന്നവനായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ യേശു കർത്താവിനോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിടുതലുണ്ടാവും. എനിക്ക് എന്തോ ഒരു വിശ്വാസം വന്നു എൻ്റെ ഉള്ളത്തിൽ. അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ന് പ്രാർത്ഥിച്ച് തൊലക്കി നീ വന്നു. അങ്ങനെ ദേഷ്യത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ, ആ 4 പേര് ചുമന്ന് കൊണ്ടുവന്ന തളർവാദ രോഗിക്ക് അങ്ങ് സൗഖ്യം കൊടുത്ത ദൈവമാണ്. കർത്താവെ, ഇദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ കർത്താവ് സൗഖ്യം കൊടുക്കുമെന്ന്. അതുകൊണ്ട് കർത്താവ് സൗഖ്യം കൊടുക്കണം, ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തെ കൊടുക്കണം, ഇദ്ദേഹത്തിനെ വിശ്വാസത്തിൽ കൊണ്ടുവരണം
എന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ എനിക്ക് അറിയാവുന്ന ചെറിയ രീതിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പോരുന്ന വഴി എനിക്ക് തോന്നി നമ്മുടെ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ അടുത്തൊന്ന് പോകണം. അദ്ദേഹം സൗദി അറേബ്യയിൽ വന്ന സമയത്ത് ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് പോകാം, തിരുവല്ല പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒരു ദിവസം അവിടെ പാർത്തു. എന്നിട്ട് എൻ്റെ ഈ അളിയനെയും മോനെയും പോൾ ഗോപാലകൃഷ്ണൻ രക്ഷിക്കപ്പെടുത്തി. അദ്ദേഹത്തിനോട് പറഞ്ഞ് നിങ്ങൾ രക്ഷിക്കപ്പെടണം. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്ത് രക്ഷിക്കപ്പെട്ടു. പിന്നെ അളിയൻ എന്ത് ചെയ്തു, ഒരു രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ സന്തോഷത്തോടെ വന്ന് അത് കഴിഞ്ഞ് അപ്പൊ ചേച്ചി എന്നോട് ചോദിച്ചു, നീ എന്ത് പരിപാടി ചെയ്തത്? ഇനിയിപ്പോ എല്ലാവരും കൂടെ നമ്മളേക്ക് കൊല്ലാൻ വരിക, പൈസ അങ്ങനെ. ഞാൻ പറഞ്ഞു പേടിക്കേണ്ടല്ല. അങ്ങനെ രണ്ടാമതും ചേച്ചി മെഡിക്കൽ കോളേജിൽ അളിയനെ കൊണ്ടുപോകുക ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഈ ശ്രീ ചിത്തിര തിരുനാൾ ഹോസ്പിറ്റലിന് എടുത്ത റെക്കോർഡുകളും പണ്ട് മെഡിക്കൽ കോളേജിൽ എടുത്ത റെക്കോർഡുകളും ഒക്കെ ആയിട്ട് പോയത്. ഫസ്റ്റ് അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ചെന്ന് പരിശോധിച്ച് അവര് പറഞ്ഞു ഈ റെക്കോർഡുകളൊന്നും ഇദ്ദേഹത്തിന്റെ അല്ല. അപ്പൊ ചേച്ചി ചോദിച്ചു, അല്ല ഇതാണ് റെക്കോർഡുകൾ. ഇദ്ദേഹത്തിന് ഒരു ബ്ലോക്കും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ആമേൻ. ദൈവം സൗഖ്യം കൊടുത്തു. അവിടെ നമ്മളെ വലിയ രീതിയിൽ പ്രാർത്ഥിക്കൊന്നും വേണ്ട, 2 വാക്ക് മതി. അത് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തിയുള്ള നീതിയുള്ള ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്നും ഞാൻ അനേക ഭവനങ്ങളിൽ കടന്നുപോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അനേകർക്ക് വിടുതൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നെങ്കിൽ അതിലേക്ക് നമ്മൾ സന്തോഷിക്കാം. അങ്ങനെ എൻ്റെ അളിയൻ സ്നാനപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു ചേച്ചിൻ്റെ മിനി പറഞ്ഞിട്ട് അവര് സ്നാനപ്പെട്ടു. അങ്ങനെ എല്ലാവരും നമ്മളെ സ്നേഹത്തിലേക്ക് നയിക്കുക മാത്രമല്ല, എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ശോഭന എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവരെ മറ്റേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഞാൻ ആ ചേച്ചീൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, എന്താണ് ഇങ്ങനെ സുവിശേഷം ഒക്കെ പറയും. അപ്പോ എൻ്റെ അടുത്ത് അളിയൻ മറ്റേ ലീഗൽ മെട്രോളജിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ചേച്ചി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാം. അപ്പൊ അളിയൻ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ഒരുപാട് ശമ്പളമുണ്ട്, വീടുണ്ട്, എല്ലാ സുഖ സൗകര്യം ഉണ്ട്, നിന്റെ യേശുവിനെ മേലെ ഇങ്ങോട്ട് വരരുത് പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ദൈവാത്മാവ് എന്നോട് 2-3 പ്രാവശ്യം അവിടെ പോയിട്ട് അളിയനോട് സുവിശേഷം പറയാൻ പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം പോയപ്പോൾ എന്നെ ഇറക്കി വിട്ടു. പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് കേൾക്കുന്ന വാർത്ത, എൻ്റെ അളിയൻ ഫാനിന്റെ മുകളിൽ കെട്ടി തൂങ്ങി ചത്തു. ഓഫീസിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടായത് അദ്ദേഹത്തിന് വലിയ പ്രശ്നമായി തീർന്നു. അങ്ങനെ അദ്ദേഹം ഒരു കയറിന് മുകളിൽ തൂങ്ങി മരിച്ചു. എത്ര പറഞ്ഞാലും പിന്നെ ഞാൻ ചിന്തിച്ചു, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിൽപ്പെട്ട ആത്മാക്കളാണ്, ഒന്നും സംഭവിക്കില്ല. ഇത് പ്ലാനും പദ്ധതിയിൽ പെടാത്തായിരിക്കും. കാരണം ലോകത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം വിളിച്ച് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് വരുന്നവരെയല്ലേ ദൈവം ചേർക്കുന്നത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു. ദൈവം അങ്ങനെ പല സ്ഥലത്തും ഞാൻ സുവിശേഷം പറഞ്ഞു. എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരോട് സുവിശേഷം പറഞ്ഞു. അവിടുന്ന് ഒരു അച്ഛനും അമ്മേനെ 2 മക്കളും അവരും വന്ന് സ്നാനപ്പെട്ടു. അങ്ങനെ പല പല ആളുകളെയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീട്ടുകാരെ തന്നെ കൊണ്ടുവരണം എന്നായിരുന്നു. ഇന്നും ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മളെ വീട്ടിലുള്ള ആളുകള് വിശ്വാസത്തിൽ വന്നാലല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അവിടെയും പുറത്തും എല്ലാം പറയുന്നുണ്ട്. ഇപ്പോ സുവിശേഷകനായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എനിക്ക് തിരിച്ച് സൗദി അറേബ്യയിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദൈവം തന്ന കൃപയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞ്, നീ ഒരു ദൈവദാസനായി മാറണം. അപ്പോ ആ കാലഘട്ടത്തിലൊക്കെ ദൈവദാസന്മാര് മക്കൾക്ക് പാല് മേടിച്ചു കൊടുക്കാനൊന്നും പൈസ ഇല്ലാണ്ട് കരയുന്ന കാലമൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലേ. കാരണം കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 മക്കളെ, ഈ മക്കളെ എന്ത് ചെയ്യും എന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം പോയതിന്റെ ശേഷം എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് എൻ്റെ സഭയിലുള്ള തന്നെ ഒരു സഹോദരൻ എന്നെ ഖത്തർ എയർവേസിലെ ജോലിക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ ഒരു 10 മാസേ ജോലി ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് എനിക്ക് ശക്തമായ ദൈവികമായ ഒരു വിളി വന്ന്, അങ്ങനെ ആ നല്ല ജോലിയായിരുന്നു അത്. അത് വലിയ ഭാരമില്ലാത്ത നല്ലൊരു ജോലി. അത് വിട്ടിട്ട് എനിക്ക് റിസൈൻ ചെയ്തിട്ട് തിരിച്ചിട്ട് നാട്ടിലേക്ക് വന്ന്, അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ ചേർന്നു, പഠിക്കുന്നു. പലവട്ടം
എനിക്ക് എൻ്റെ വീട്ടിലേക്ക് RSSകാര് BJPക്കാര് അതിക്രമിച്ച് കടന്നു വന്ന് എന്നെ തല്ലുവാനും എന്നെ പ്രയാസപ്പെടുത്തുവാനും എന്നെ ഭീഷണിപ്പെടുത്തുവാനൊക്കെ അവര് മുതിർന്നെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അവരോടൊക്കെ ആത്മാവിന്റെ ശക്തിയോടെ സംസാരിക്കാൻ സർവശക്തിയുള്ള ദൈവം കൃപ ചെയ്തു. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്, ഞങ്ങൾ ഉണർത്തരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സിംഹമായാലും നരിയായാലും എന്തായാലും നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ തല്ലിക്കൊല്ലിയിരിക്കും, അല്ലെങ്കിൽ കുത്തിക്കൊല്ലിയിരിക്കും, ഇല്ലെങ്കിൽ ഒരു ടിന്ന് പെട്രോളോ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കായിരിക്കും. ഞങ്ങൾ 5-10 മിനിറ്റ് പടയും, മരിക്കും. പക്ഷെ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ട്? ഞങ്ങളൊക്കെ യേശുവിന്റെ രക്തസാക്ഷികളാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്ന് പോയ ആളുകളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആമേൻ. അപ്പൊ അതുപോലെ തന്നെ ദൈവം നമ്മുടെ വചനത്തിൽ പറയണ്ടേ, നിങ്ങളെ പിടിക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് നിങ്ങളെ ഞാൻ സംസാരിക്കും, നിങ്ങളുടെ അത് ഇതിൽ ഞാൻ തരും, അത് നിങ്ങൾ സംസാരിച്ചാൽ മതി. നമ്മൾ അധികമായിട്ടൊന്നും ആരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, അനാവശ്യമായിട്ടൊന്നും ആരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിന്റെ നാമത്തെ ഉയർത്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ ഹൈന്ദവ ഇതിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും ഞാൻ മറ്റുള്ള അതിനെ ഒന്നും താഴ്ത്തിക്കെട്ടാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാൻ പറയില്ല. കാരണം നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ രക്ഷ അത് ക്രിസ്തുവിലൂടെ ഉള്ളൂ. വേറെ ഏതിലെ കൂടെ പോയാലും അത് പറ്റില്ല എന്നുള്ളത് ഞാൻ എല്ലാവരോടും എല്ലാ ദിവസവും പറയുന്നതാണ്. ഇപ്പൊ ഞാൻ വിശ്വാസികളോട് പറയാറുണ്ട്, നിങ്ങള് വിശുദ്ധന്മാർ തമ്മിൽ വിശുദ്ധീകരിക്കട്ടെ, കർത്താവിന്റെ നാളെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടി തയ്യാറായിക്കൊള്ളുക. ഇവിടെ നമ്മൾ ഇപ്പൊ എനിക്കൊരു വീട്, പഴയ വീടാ പാസ്റ്റർ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ചെറിയൊരു വീടുണ്ടായിട്ട് അതിന്റെ ഷെയർ കിട്ടിയിട്ട് ഞാൻ എടുത്തതാ. അപ്പൊ അത് നമുക്ക് വാസയോഗ്യമാണ്, എങ്കിലും സൗകര്യം കുറവാണ്. അതുകൊണ്ട് ഒന്നും കൂടെ അതിനോട് ചേർത്തിട്ടൊക്കെ ഒരു റൂമും അതുപോലെ ഒരു ബാത്റൂമും ഒക്കെ എന്നോട് കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബന്ധപ്പാടിലൊക്കെ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും അത് പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല, ഇനിയും കുറച്ച് സമയം കൂടെ വേണം അത് പൂർത്തീകരിക്കാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ സമാധാനമായി സന്തോഷമായിട്ട് എല്ലാം ജീവിക്കുന്നത്. എൻ്റെ ഭാര്യ ഒരു ചെറിയൊരു ജോലി ഉണ്ട് അവൾക്ക്, അതായത് നഴ്സറി സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. ചെറിയൊരു വരുമാനം ദൈവം നമുക്ക് അതിൽ തരുന്നുണ്ട്. പിന്നെ എൻ്റെ മൂത്ത മകള് അവളിപ്പോ BTech കഴിഞ്ഞ് അവള് പോയിട്ട് ലോണൊക്കെ എടുത്തിട്ട് അവള് ലണ്ടനിൽ പോയിട്ട് MBA ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഈ മാസം ലാസ്റ്റ് തിരിച്ചു വരിക. കാരണം അവൾക്ക് അവിടെ ജോലിയൊന്നും ശരിയായിട്ടില്ല. കുറെ ശ്രമിച്ചു, ഒന്നും ചെയ്തില്ല. ഇപ്പം കുറച്ച് കടഭാരത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത്. ഇനിയും ദൈവം അവളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളെല്ലാം നിറവേറണം. അവൾക്ക് 25 വയസ്സ് കഴിഞ്ഞ്. പിന്നെ ഒരു മോള് ഡിഗ്രി കഴിഞ്ഞ് അവളും ഇങ്ങനെ നിൽക്കുന്നു. 2 മക്കളും ദൈവം എത്രത്തോളം വിദ്യാഭ്യാസമൊക്കെ തന്ന് ആരെ മുന്നിൽ കൈ നീട്ടാത്ത വണ്ണം മക്കളെയൊക്കെ എത്രത്തോളം പഠിപ്പിക്കുവാനുള്ള സർവശക്തിയുള്ള ദൈവം സഹായിച്ചു. കാരണം ഞാൻ തന്ന് നിന്റെ മക്കളെ പഠിപ്പിച്ചെന്ന് ഇടവരാതെ വണ്ണം അബ്രഹാം പറഞ്ഞതുപോലെ നമ്മൾ ആരിൽ നിന്നിട്ടും ഒരു ഇത് വാങ്ങാതെ വണ്ണം നമ്മൾ ഇത്രത്തോളം സഹായിച്ചു. ഇപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു. മക്കളുടെ ഭാവിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിലേക്ക് എനിക്ക് മുന്നോട്ട് പോകണമെന്നില്ല, ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യേശുവിലൂടെ അല്ലാണ്ട് ഒരു രക്ഷയും നമുക്ക് ലഭിക്കില്ല. ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട നാമം സർവശക്തിയുള്ള യേശുവിന്റെ നാമം. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷയുണ്ട് എന്ന ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. ഇന്ന് നമ്മളെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇനിയും അനേകരെ നീതിയിലേക്ക് നടത്തണം. പിന്നെ നമ്മൾ ദൈവത്തിന്റെ മുന്നാകെ സത്യസന്ധതയോടെ നടക്കണം. ഇതൊക്കെയാണ് വലിയ ആഗ്രഹങ്ങൾ. കർത്താവ് വിളിക്കുമ്പോൾ പോകണം. ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിൽ നമ്മൾ അവകാശികളായി തീരണം. ആ ജീവപുസ്തകത്തില് പേരുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അതിനു വേണ്ടി നമ്മൾ ഓടുന്നു, അധ്വാനിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അങ്ങനെ ദൈവം നമ്മൾ ഓരോ ദിവസവും പോറ്റി പുലർത്തുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആ പരിശുദ്ധ നാമത്തെ വാഴ്ത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ദൈവാസനെ, അതുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന ആരോമ TVക്കും കർത്താവിന്റെ വിലയേറിയ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററിനും എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാട് അറിയിച്ചു കൊള്ളുകയാണ്. ദൈവനാമത്തിൽ
ദൈവം നിങ്ങളുടെ ഈ ഒരു സംരംഭത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, ഇനി ഉയർത്തട്ടെ. താങ്കളെയും കുടുംബത്തെയും തലമുറകളെയും എല്ലാം ദൈവം മാനിച്ച് അനുഗ്രഹിച്ച് ദൈവത്തിന്റെ വലിയ ഉത്തമ സാക്ഷിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട്, ഇത്രത്തോളം ഞാൻ പറഞ്ഞ എൻ്റെ ടെസ്റ്റിമോണികളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്നുള്ള ആ ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നാകെ ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ സാക്ഷ്യം കേട്ട് നിങ്ങൾക്ക് രൂപാന്തരപ്പെടുവാനും വിടുതൽ പ്രാപിപ്പാനും ധൈര്യപ്പെടുവാനും സർവശക്തിയുള്ള ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല പിതാവാൻ ദൈവമേ, ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾക്ക് ധന്യമാക്കി തന്നതിനെ സ്തോത്രം ചെയ്യാണ് കർത്താവേ. അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു നാഥാ. ഞങ്ങളെ കിട്ടുന്ന അവസരങ്ങളെല്ലാം പാഴായി പോകാതെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ സഹായിക്കണേ. ഇന്ന് സാക്ഷ്യം കേട്ട എല്ലാവരുടെ മേലും ദൈവശക്തി ഇറങ്ങണേ, സമാധാനം കൊടുക്കണേ, സന്തോഷം കൊടുക്കണേ, ധൈര്യപ്പെടുത്തണമേ കർത്താവേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഇതിനു വേണ്ടി മുഖാന്തരമായ ആരാമ ടിവിക്കും പ്രത്യേകം കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇനിയും അനേക ആയിരങ്ങൾ കടന്നു വന്ന് ദൈവമേ ഈ കർത്താവെ ടി വിയിലൂടെ കർത്താവെ ഉത്തമ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാൻ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഡാനിയൽ ജോൺ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടിയന ദൈവമേ കർത്താവെ എത്രത്തോളം സഹായിച്ച് ധൈര്യപ്പെടുത്തി സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കിയ ആ ദേവദാസനെയും കുടുംബത്തെയും ഒരിക്കൽ കൂടെ മാനിക്കണമേ. അവരുടെ സംരംഭങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശു കർത്താവിന്റെ പൊന്നു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ ദിലീപ് അവർ ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തില് ഹൈന്ദവ ആചാരപ്രകാരം ജീവിച്ച ഒരുപാട് ബാല്യാനുഭവങ്ങള്, ഓർമ്മകള്, അതിൽ നിന്ന് ദൈവം വിടുവിച്ച വിധങ്ങളെ കുറിച്ചൊക്കെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ജനിച്ചു വളർത്തപ്പെട്ടതായ പശ്ചാത്തലത്തിൽ തുടർന്നിരുന്നു എങ്കിൽ, അവിടെ കർത്താവ് വിളിച്ച് വേർതിരിച്ചില്ലായിരുന്നു എങ്കിൽ, ഒരുപക്ഷെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഒരു വ്യക്തി ഉണ്ടാകുമായിരുന്നോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം, ആത്മഹത്യാ പ്രവണത അത് ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ച് അത് വലിച്ചിഴച്ച് നാശത്തിലേക്ക് കൊണ്ടുപോയ രംഗങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. എന്നാൽ അതിൽ നിന്ന്, മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ലഹരി വസ്തുക്കളിൽ നിന്ന്, പാപവഴികളിൽ നിന്ന്, ആത്മഹത്യാ പ്രവണതയിൽ നിന്ന്, അങ്ങനെ ഒരുപാട് ദോഷം നിറഞ്ഞ, പാപം നിറഞ്ഞ, മരണം നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതമാർന്ന കരം ചേർത്ത് പിടിച്ച് ആ പാപവഴികളെയൊക്കെ മാറ്റി നിർത്തി, മരണത്തെ മാറ്റി നിർത്തി, ദൈവത്തിന്റെ ജീവൻ പകർന്ന്, ക്രിസ്തുവിന്റെ സ്നേഹം പകർന്ന്, ദൈവത്തിന്റെ വചനം ഉള്ളിലാക്കി സത്യദൈവത്തെ അറിയുവാൻ ദൈവം ഒരുക്കിയതായ അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ആ കുടുംബത്തിലെ പല പ്രിയപ്പെട്ടവരും ഒരു തലമുറ ആമേന് ഈ ഭൂമിയിൽ ഉടലെടുക്കുവാൻ ഇടയായി. ഇന്ന് യഥാർത്ഥത്തിൽ ദൈവം അറിഞ്ഞ, ദൈവത്തെ അറിയുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന, സാക്ഷ്യം വഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലകൊള്ളുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആ വലിയ തിരഞ്ഞെടുപ്പിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ചില പ്രിയപ്പെട്ടവരുടെയെങ്കിലും ജീവിതത്തിൽ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഒരുപക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ദൈവസ്നേഹം അറിയുവാൻ ഒരുപാട് പ്രിയപ്പെട്ടവര് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒരുപക്ഷെങ്കിൽ അവർ ജനിച്ചു വളർന്നു വന്ന ജീവിത പശ്ചാത്തലവും ചുറ്റുപാടുകളും സമൂഹവും ഒക്കെ, അല്ലെങ്കിൽ കൂട്ടുകാർ, അല്ലെങ്കിൽ മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളൊക്കെ
അവർക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ ഒരു നിമിഷം നാം മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ, നാം അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ നല്ല ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തു യേശു തീർച്ചയായിട്ടും പ്രേക്ഷകരെ നിങ്ങളുടെ ജീവിതത്തിലും വലിയവ ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങളെ അതിനായി സഹായിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും കർത്താവിന്റെ ദാസൻ ദിലീപിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ സ്വാധീനം ചെലുത്തിയ, അദ്ദേഹത്തെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന, ഇന്നും ജീവിച്ചിരിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ദൈവിക ശക്തി കേൾവിക്കാരാകുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ഈ സാക്ഷ്യം നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരം രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. ഈ സാക്ഷ്യം അനുഗ്രഹം ആവശ്യമുള്ള, വിടുതൽ ആവശ്യമുള്ള ഏതൊരു പ്രിയപ്പെട്ടവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.